നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് ആദ്യപാദ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ വമ്പന്മാർ കടിതെറ്റുന്ന കാഴ്ച. ഇന്നലെ നടന്ന കളികളിൽ AC മിലാൻ തോറ്റിരിക്കുന്നു, ആറ്റലാന്റ തോറ്റിരിക്കുന്നു. ഓ, അതുപോലെ ബെൻഫിക്ക മൊണോക്കോയെ തോൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ഇന്നലെ ഉണ്ടാവുന്നു. നോക്കുക, ഇന്നലെ AC മിലാൻ ഫെനൂർദിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു. ഇഗോർ പിയക്സാവോയാണ് ഫെനൂർദിൻ്റെ വിജയ ഗോൾ കളിയുടെ തുടക്കത്തിൽ തന്നെ നേടിയത്. ഇനിയിപ്പോൾ മിലാനിലെ റിട്ടേൺ ലെഗിൽ എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇറ്റാലിയൻ ടീം ഉറ്റുനോക്കുന്നത്. ക്ലബ് ബ്രൂഗെ 2-1 ആറ്റലാന്റയെ തോൽപ്പിച്ചിരിക്കുന്നു. ഇറ്റാലിയൻ ക്ലബിൻ്റെ മടങ്ങി വരവ് സ്വന്തം മൈതാനത്തുണ്ടാകുമോ? അതും ആകാംക്ഷയോടുകൂടി കാണേണ്ട കാര്യമാണ്. അതേസമയം മൊണോക്കോ ബെൻഫിക്കയുടെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റിട്ടുണ്ട്. ബെൻഫിക്കയുടെ വിജയ ഗോൾ പാവലിഡിസിൻ്റെ വകയായിരുന്നു. സെൽറ്റിക്കിന് 2-1 തോൽപ്പിച്ചു ബയണിനായിട്ട് ഒലീസയും ഹാരി കെയ്നുമാണ് ഗോൾ അടിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യപാദ മത്സരങ്ങൾ പൂർത്തിയായി. അതിൽ ഇപ്പം വമ്പന്മാർ തോറ്റു എന്ന് പറഞ്ഞു. ഒന്ന് സിറ്റിയാണ്, പക്ഷേ സിറ്റിയുടെ ആ തോൽവി റയൽ മാഡ്രിഡിനോടായിരുന്നു. അതുകൊണ്ട് അതൊരു ഞെട്ടലുണ്ടാക്കുന്നതല്ല. എന്നാൽ ക്ലബ് ബ്രൂഗയുടെ തോൽവിയും മിലാൻ്റെ തോൽവിയും ഒക്കെ ആരാധകരെ നന്നായിട്ട് ആശങ്കപ്പെടുത്തുന്നതാണ്. എന്ത് സംഭവിക്കും രണ്ടാം പാദത്തിൽ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നു. രണ്ടാം പാദ മത്സരങ്ങൾ ഫെബ്രുവരി 18 ആരംഭിക്കും. ഫെബ്രുവരി 18 മിലാൻ വേഴ്സസ് ഫെനൂർദ് പോരാട്ടമുള്ളത്. പിന്നെ ഫെബ്രുവരി 18 രാത്രി എന്ന് പറയുമ്പോൾ രാത്രി 1:30, 19 പുലർച്ചെ 1:30 ബെൻഫിക്ക വേഴ്സസ് മൊണോക്കോ, അറ്റ്ലാന്റ വേഴ്സസ് ക്ലബ് ബ്രൂഗെ, ബയേൺ വേഴ്സസ് സെൽറ്റിക് പോരാട്ടങ്ങളുള്ളത്. പിന്നെ ഫെബ്രുവരി 19 രാത്രി 11:15 ഡോട്ട്മണ്ട് വേഴ്സസ് സ്പോർട്ടിംഗ് മത്സരം. ഫെബ്രുവരി 20 പുലർച്ചെ 1:30 റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി അങ്ങ് സാന്റിയാഗോ ബെർണാബുവിൽ. PSG വേഴ്സസ് ബ്രസ്റ്റ് പോരാട്ടം അങ്ങ് പാർക്ക് ഡെസ് പ്രിൻസസിൽ. അതിനുശേഷം PSV വേഴ്സസ് യുവൻഡസ് പോരാട്ടം. ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത് 20-ാം തീയതി പുലർച്ചെ 1:30 എന്തായാലും UCL ആവേശകരമായ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.